കോഴിക്കോട് മുക്കം മാമ്പറ്റയിൽ ഹോട്ടൽ ഉടമയിൽ നിന്ന് യുവതിക്ക് നേരിടേണ്ടി വന്നത് അതിക്രൂരമായ പീഡനാശ്രമം. സംഭവത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കുടുംബം പുറത്തുവിട്ടു. ഹോട്ടൽ ഉടമയെയും കൂട്ടുപ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അല്പസമയത്തിനകം മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തും. ഞാൻ അങ്കിളാണ്, പേടിക്കണ്ട. അങ്കിൾ നിന്ന് സംസാരിക്കാൻ കൊച്ചുണ്ടാക്കി നിന്ന് മാനം പോകും. കൊച്ചുണ്ടാക്കി നിന്ന് മാനം പോകും. മുക്കം മാമ്പറ്റയിൽ പുതുതായി തുടങ്ങിയ സങ്കേതം ഹോട്ടലിൽ ജീവനക്കാരിയായ യുവതിക്കാണ് ഹോട്ടൽ ഉടമയിൽ നിന്നും കൂട്ടാളികളിൽ നിന്നും ക്രൂരമായ പീഡനശ്രമം നേരിടേണ്ടി വന്നത്. അതിൽ നിന്നും രക്ഷപ്പെടാനായി താഴേക്ക് ചാടിയ യുവതിക്ക് വീണ് സാരമായി പരിക്കേറ്റിരുന്നു. സംഭവത്തിന് പിന്നാലെ യുവതി കെട്ടിടത്തിന് മുകളിൽ നിന്നും വീണതാണ് എന്ന വാദമായിരുന്നു ഹോട്ടൽ ഉടമയും കൂട്ടാളികളും പറഞ്ഞിരുന്നത്. എന്നാൽ ഹോട്ടൽ ഉടമ തന്നെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ രക്ഷപ്പെടാനായി താഴേക്ക് ചാടുകയായിരുന്നു എന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. തുടർന്ന് മുക്കം പോലീസ് ഹോട്ടൽ ഉടമ ദേവദാസ്, കൂട്ടാളികളായ റിയാസ്, സുരേഷ് എന്നിവർക്കെതിരെ കേസെടുത്തിരുന്നു. എന്നാൽ ഇവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പ്രതികളെ രക്ഷിക്കാനുള്ള നീക്കം നടക്കുന്നു എന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് യുവതിയുടെ കുടുംബം തന്നെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഞാൻ അങ്കിളാണ്, പേടിക്കണ്ട. അങ്കിൾ നിന്ന് സംസാരിക്കാൻ കൊച്ചുണ്ടാക്കി നിന്ന് മാനം പോകും. കൊച്ചുണ്ടാക്കി നിന്ന് മാനം പോകും. വീഡിയോ ഗെയിം കളിക്കുകയായിരുന്ന യുവതിയെ ക്രൂരമായി പീഡിപ്പിക്കാനായിരുന്നു ഹോട്ടൽ ഉടമ ശ്രമിച്ചതെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ക്രൂരമായ പീഡനശ്രമം നടന്നിട്ടും ഹോട്ടൽ ഉടമയെയും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്യാതിരുന്ന പോലീസിന്റെ അനാസ്ഥയ്ക്കെതിരെ വ്യാപക പ്രതിഷേധവും ഉയരുന്നുണ്ട്. എന്നാൽ പ്രതികൾ ഒളിവിൽ പോയി എന്നാണ് പോലീസിന്റെ വാദം. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. ഈ പെൺകുട്ടിയുടെ കരച്ചിൽ, ഈ പെൺകുട്ടിയുടെ നിലവിളി ഉറക്കം കെടുത്തുന്നു എന്ന് സാമൂഹ്യ മാധ്യമത്തിൽ എഴുത്തുകാരിയായ ശാരദക്കുട്ടി എഴുതിയ കുറിപ്പ്, ആ കുറിപ്പ് ഈ നിമിഷം പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുകയാണ്. ഫീലിംഗ് ഹേർട്ട് ബ്രോക്കൺ എന്ന ഉപശീർഷകം കൊടുത്തുകൊണ്ട് ശാരദക്കുട്ടി എഴുതുന്നു: മുക്കത്ത് നടന്ന ക്രൂര പീഡനത്തിന്റെ ശ്രമങ്ങളും പെൺകുട്ടിയുടെ ഉറക്കെയുള്ള അലറിക്കരച്ചിലും തളർത്തിക്കളയുന്നു. എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന അലർച്ചയും കരച്ചിലും ഇവിടെ ഷെയർ ചെയ്യാനുള്ള ധൈര്യമോ മനസ്സോ ഇല്ല. അതിനിടയിലും അയാൾ ആവർത്തിച്ചു പറയുന്നു, ഒച്ച വെക്കരുത്, നിന്റെ മാനം പോകും എന്ന്. മാനത്തിനു വേണ്ടിയല്ലടോ വൃത്തികെട്ടവനെ അവൾ നിലവിളിക്കുന്നത്. കെട്ട നിന്നോടൊക്കെ ആരെങ്കിലും മാനത്തിനു വേണ്ടി കെഞ്ചുമോ? അവൾ അനുഭവിച്ച വേദന, ഭയം, നിസ്സഹായത, നിരാശ എല്ലാറ്റിനും കൂടി പറയാനൊരു വാക്ക് എൻ്റെ ഭാഷയിലില്ല. പക്ഷേ ആ അലർച്ചയിൽ നിന്ന് എൻ്റെ ശരീരവും അതെല്ലാം അനുഭവിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ഓരോ അലർച്ചയും എൻ്റേതു കൂടിയാണ്. ദുഷ്ട, പൊള്ളുകയാണ് എൻ്റെ ശരീരവും. എനിക്കും ഓരോ ഇഞ്ചും നീറുന്നു. അവൾക്കൊപ്പം എൻ്റെ തലയും പൊട്ടിപ്പൊളിയുന്നു. എന്താനന്ദമാണ് നിനക്ക് ലഭിച്ചിരിക്കുക ഈ ഭയത്തിലും വേദനയിലും ചവിട്ടി നിന്നിട്ട്. ഈ ഭയത്തിൻ്റെ അർത്ഥം നിനക്കറിയുമോ? ഈ ഭയത്തിൻ്റെ ആഴം നിനക്ക് ഊഹിക്കാനാകുമോ? ഈ അലർച്ചയുടെ പൊരുൾ നിനക്കറിയാമായിരുന്നെങ്കിൽ അതിനെ ഒച്ച എന്ന് നിനക്ക് പറയാനാകുമായിരുന്നില്ല. മനുഷ്യനോ മൃഗമോ കാട്ടാളനോ കാപാലികനോ അല്ല നീ. എത്രയോ നിലവിളികളുടെ തുടർച്ചയാണ് ഇത്. പെൺശരീരങ്ങൾ ഭയന്നുള്ള നിലവിളികൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണോ? ഭയമാകുന്നു, വല്ലാതെ ഭയമാകുന്നു. എന്നെങ്കിലും ഈ ഭയങ്ങളിൽ നിന്ന് എൻ്റെ വംശം മുക്തമാകുമോ? ആർക്ക് ഒരു ഉറപ്പ് തരാൻ കഴിയും? ഇത്രമാത്രം അനാഥവും ശപിക്കപ്പെട്ടതുമാണോ ഞങ്ങളുടെ ജീവിതങ്ങൾ? ഇനി നിയമപാലകരോട്, ഭരണകൂടത്തോട് ഇതിൽ കൂടുതൽ തെളിവുകൾ തരാനാകുമോ ഒരു പെൺകുട്ടിക്ക്? ഇനിയും എങ്ങോട്ട് കടത്തണം ഞങ്ങളുടെ പെൺകുട്ടികളെ എന്നാണ് കോഴിക്കോട് മുക്കം മാമ്പറ്റയിൽ ഹോട്ടൽ ഉടമയിൽ നിന്ന് യുവതിക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായ പീഡന ശ്രമത്തെക്കുറിച്ചുള്ള ആ സംഭവത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കുടുംബം പുറത്തുവിട്ടത് കണ്ടപ്പോൾ എഴുത്തുകാരിയായ ശാരദക്കുട്ടി സൂചിപ്പിച്ചു.